അസ്വസ്ഥമായിരിക്കുന്ന 3 പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഇതിനകത്ത് വന്ന് കയറി നിമിഷം പോയി ഇങ്ങനെ വാതിലടച്ചായിരുന്നോ, അലമാരി പൂട്ടിയായിരുന്നോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ശരീരം എവിടെയും ആ മനസ്സ് അവിടെയുമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ ആത്മാവും ശരീരമെല്ലാം ഒരിടത്തായിരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. അലമാരി പൂട്ടുകയോ സൂക്ഷിക്കുകയോ ഒക്കെ അത് ആരാ ചെയ്യുന്ന? കർത്താവാണ് ചെയ്യുന്നത്. അപ്പോഴ് ഇങ്ങനെയുള്ളവർ കരങ്ങള് പൊക്കുകയൊന്നും വേണ്ട, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. 2:30 ഒരു വ്യക്തി വരും, അതുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കണം എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഓർമ്മയിൽ വന്ന് 2:30 മണിയായപ്പോഴേ ഇങ്ങനെ കാണാൻ വ്യക്തി വരും എന്നുള്ള അവസ്ഥ ഓർമ്മയിൽ വന്നു. ഇങ്ങനെ ഈ 2:30 മണിയായപ്പം മുതൽ ആ ഒരു അവസ്ഥ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. 2:30 മണിയാകുമ്പോഴേ ആരോ നിങ്ങളെ കാണാനായിട്ട് വരും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഇവിടെ വന്നതിന് ശേഷം മുതൽ ഇങ്ങനെ ആകെ മനസ്സിലിങ്ങനെ അസ്വസ്ഥതയാണ്. നിങ്ങൾ ഒരു കാരണവശാലും മറച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. പുറകില് ഒരുപാട് താമസിച്ച അദ്ദേഹം കരങ്ങൾ ഉയർത്തുന്നത് ഒരുപാട് വിഷയമായിട്ട് തീരുന്ന കാര്യങ്ങളാണ്. ഈ 2:30 മണി എന്ന് പറയുന്ന സമയം കർത്താവിന്റെ നമ്മൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് പ്രീശന്മാര് ചിന്തിച്ച പോലെ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിക്കരുത്. എന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വിശ്വസിക്കാം എന്നൊക്കെ നിന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പരീക്ഷിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകരുത്. ഒരു കാരണവശാലും ശക്തമായ തലവേദന ഉണ്ടാകുന്ന മക്കൾക്ക് കർത്താവ് വിടുതൽ നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴേ തലവേദന ഉണ്ടാകുന്നവര് കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. ഇവിടെ വരാനായിട്ട് വന്നപ്പോഴ് താമസിച്ചു പോയോ എന്ന് മനസ്സിൽ ആകുലതയോടുകൂടി വന്ന 7 പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഇവിടെ വന്നെത്താനായിട്ട് താമസിച്ചു പോയോ എന്നിങ്ങനെ മനസ്സിൽ ആകുലതപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വന്നെത്തിയത്. 7 പേരെന്നാണ് കർത്താവ് പറയുന്നത്. ഒരുപാട് പേര് ഈ അവസ്ഥയിലാണ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. യേശുവേ നന്ദി. കർത്താവ് വീണ്ടും ജെറിക്കോ പ്രാർത്ഥന നടത്താനായിട്ടുള്ള സന്ദേശം തന്ന് ഇന്നു മുതൽ ജെറിക്കോ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ ജെറിക്കോ പ്രാർത്ഥന. കാരണം ജെറിക്കോ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്ന പരിഹാരങ്ങളിലേക്ക് മാറുന്ന കാര്യങ്ങളാണ് ജെറിക്കോ പ്രാർത്ഥനകൾ. ജെറിക്കോയിലൂടെ ലഭിക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോഴേ ഈ സമൂഹത്തിലിരിക്കുന്ന ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് കൂടാനായിട്ട് താല്പര്യമുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് കൂടാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ജെറിക്കോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനത്തിന്റെയും വ്യക്തികളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹാരമായിട്ട് തീരുകയും കൂടെ ചെയ്യുന്നതാണ് ജെറിക്കോ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. യേശുവേ നന്ദി. ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ പ്രാർത്ഥനയുടെ ആഴം എന്താണ് കർത്താവേ, എനിക്കത് വെളിപ്പെടുത്തി തരണേ എന്ന് പറയാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇവിടെ പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥിച്ച തിരുരക്തത്തിന്റെ പ്രാർത്ഥന, അത് ആ പ്രാർത്ഥനയുടെ ആഴം എത്ര വലുതാണ്, എന്താണത് എന്ന് നിങ്ങൾ
കർത്താവിനോടൊന്ന് ചോദിക്കുക, മനസാക്ഷിയോടുകൂടി ചോദിക്കുക. അപ്പോഴാ പ്രാർത്ഥനയുടെ ആഴം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. കാരണം പറഞ്ഞില്ലേ, ഈശോയെ അവിടുത്തെ തിരുമുറിവിൽ ഞങ്ങളെ മറക്കണമേ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ചിന്തിക്കുക, എന്തൊക്കെയോ വൻ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള തുടക്കം ആരംഭിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ആ പ്രാർത്ഥന തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ആ പ്രാർത്ഥന തുടർച്ചയായിട്ട് നമ്മൾ